മൂന്നാറിനു പിന്നാലെ വയനാട്ടിലെ തോട്ടം മേഖലയിലും ബോണസ് പ്രശ്നത്തിൽ തൊഴിലാളികൾ സമരത്തിനൊരുങ്ങുന്നു. ഹാരിസൺ മലയാളം കമ്പനിയുടെ തേയിലത്തോട്ടങ്ങളിൽ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ബോണസ് വാങ്ങാൻ ഭൂരിപക്ഷം തൊഴിലാളികളും തയ്യാറായിട്ടില്ല. ബോണസ് വിഷയത്തിൽ ട്രേഡ് യൂണിയനുകളുടെ നിലപാടിനെതിരെയും തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ അസംതൃപ്തിയുണ്ട്. മാനേജ്മെന്റ് തീരുമാനപ്രകാരം ഹാരിസൺ കമ്പനിയിലെ തൊഴിലാളികൾക്ക് പരമാവധി 3500 രൂപയാണ് ബോണസ് ലഭിക്കുക. ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഈ നാമമാത്ര ബോണസ് സ്വീകരിക്കേണ്ടതില്ലെന്നാണ് തൊഴിലാളികളുടെ തീരുമാനം. ബോണസ് പോലും ഞങ്ങൾക്ക് 8.33 കൊടുന്നു, അത് ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നല്ലോണം ഞങ്ങൾ കയ്യിന് അതിൻ്റെ അപ്പുറം ഞങ്ങൾ ഇവിടെ അധ്വാനിക്കുന്നുണ്ട്. അവർക്ക് എന്നാലും പോരാന്ന് പറയാണ്. വെറും 232 രൂപയാണ് തൊഴിലാളികളുടെ ദിവസവേതനം. 3 മാസമായി ഈ തുക പോലും കൃത്യമായി നൽകുന്നില്ല. അതിനാൽ ബോണസ് വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ശക്തമായിട്ട് ഞങ്ങൾ തൊഴിലാളികൾ ഇതിനെതിരെ പ്രതിഷേധിക്കും. ബോണസ് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും വിവിധ ട്രേഡ് യൂണിയനുകളുടെ നിലപാടിലും തൊഴിലാളികൾക്ക് അസംതൃപ്തിയുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യവസ്ഥാപിത രീതി പോലെ ട്രേഡ് യൂണിയനുകളും മാനേജ്മെന്റും ഒരു അണ്ടർസ്റ്റാൻഡിൽ പോണ പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. വയനാടിന് പുറമെ തമിഴ്നാട്ടിലെ 2 ഹാരിസൺ എസ്റ്റേറ്റുകളിലും തൊഴിലാളികൾ ബോണസ് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കമൽ, റിപ്പോർട്ടർ, വയനാട്.